ഹലോ ഫ്രാൻസ്. നമ്മള് ഫ്രാൻസ് അല്ലല്ലോ അതിന്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഒരു ചെറിയ ട്രിപ്പിന് ഇറങ്ങിയതാണ്. അബർഡീനിൽ തന്നെ ഒരു അബർഡീൻ ഷെയറിലെ ഒരു എന്താ പറയാ, ആരും കാണാത്തൊരു സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഹിഡൻ സ്പോട്ട്. അപ്പോൾ നമ്മള് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് നബീലുണ്ട്. പിന്നെ മാംഗ്ലൂരിൽ നിന്നും ആരാണ്? അദീബ്, മാംഗ്ലൂർ. പിന്നെ എല്ലാവരുടെയും രോമാഞ്ച കഞ്ചുകനായ ആക്കിബുണ്ട് നാദാപുരം. പോയോക്കപ്പോ ഫ്രാൻസ്. ഇവിടെ ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ ഒന്നിങ്ങനെ ഒതുങ്ങി സമ്മറിലേക്ക് കടന്നൊക്കെയാണ്. അപ്പോൾ കൃഷിയൊക്കെ ഇറക്കാൻ തുടങ്ങിയിരിക്കണം ഇവിടുത്തെ കർഷകർ. പലതരം കൃഷികൾ. ഇതെന്ത് കൃഷിയാടാ? എന്തോ ഒരു കൃഷിയാണ്, എന്താണെന്ന് നമുക്കറിയില്ല. അതേമാതിരി ബാർലി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടാക്കും. അപ്പുറത്ത് കടല്, റോഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക്. ഫ്രാൻസ്, ഇതാണ് കൃഷിസ്ഥലം. ആകാശം, കാറ്റാടികൾ. ഞങ്ങൾ വളരെ ഹാപ്പിയിലാണ്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രതാപ് രാജിവെച്ചതിൽ പ്രമാണിച്ച് ഞങ്ങളിന്ന് ആഘോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം നിങ്ങളെയും കൂടിയും നമ്മൾ അറിയിക്കുന്നു. നമ്മുടെ നാട്ടിലെ യുവതലമുറ, നമ്മളെ നാട്ടിലെ വിദ്യാർത്ഥികളിൽ ഈ ജെൻസി പിള്ളേർ എന്ന് പറയുന്ന ടീം ചില്ലറ ടീമല്ല എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. സംഭവം അവർ ഉദ്ദേശിച്ച കാര്യം, അല്ലെങ്കിൽ അവരിത്രയും കാലം സ്ട്രഗിൾ ചെയ്തത്, അവർ പഠിച്ച് പരീക്ഷ എഴുതി അവരൊരു കോളേജിൽ കയറേണ്ട സമയത്ത് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനവർക്ക് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് ന്യൂസിലൂടെ കാണാൻ കഴിയുന്നത്. കേന്ദ്രത്തെ മുട്ടുമടക്കിച്ചുകൊണ്ട് ക്രോക്രോച്ച് ജനതാ പാർട്ടി അല്ലേ അദീബേ? യെസ്. അതുകൊണ്ട് ഞങ്ങള് ജൻസിയോടൊപ്പമാണ്. ഞങ്ങളും ജൻസിയാണ് അല്ലേ? നമ്മള് ജൻസിയാണ്. അവരെ കൂടെയാണ് ഞങ്ങള്. എന്തൊക്കെ പറഞ്ഞാലും പിള്ളേര് പൊളിച്ചു, പിള്ളേര് തൂക്കി, അങ്ങ് പണിഞ്ഞു. ഞങ്ങൾ പോകുമ്പോൾ നല്ലൊരു കാസിൽ കണ്ടാട്ടോ. ഇപ്പം അത് ചർച്ചയാക്കി തോന്നണം. പണ്ടും ചർച്ച ചെയ്യിക്കാറോ അല്ലേ? അതറിയില്ല. കണ്ണമാര് ഇപ്പോഴത്തെ കാര്യം അറിയുള്ളൂ നമുക്ക്. കൊള്ളാം. ഓക്കെ, നമ്മൾ ഫോറസ്റ്റിലേക്ക് ഫോറസ്റ്റിലേക്കുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ റിസോർട്ടിലേക്കൊക്കെ പോണ പോലെ നല്ലൊരു അടിപൊളി ഗേറ്റും കാര്യങ്ങളും. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യണേ. സൈഡിൽ നല്ലൊരു രസമുള്ളൊരു വീടൊക്കെ ഉണ്ട്. വീടാണോ എന്താണോന്ന് അറിയില്ല. വീടായിരിക്കാം. ലോഡ്ജാണ്. നമുക്ക് ബാക്കി പോയി നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കാസിലാണ്. കാസിൽ കല്യാണങ്ങളൊക്കെ നടക്കണതാണ്. നമുക്ക് പോയോക്കാം. ഇവിടെ നല്ലൊരു അടിപൊളി മാനിൻ്റെ നല്ല ഭംഗിയിലൊരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റോറം നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉള്ളിൽ കയറിയൊക്കെ വരും. ആളുകൾ കല്യാണം കഴിക്കാനും അല്ലെങ്കിൽ അവരെ ചെറിയ ചെറിയ മൊമെന്റ് ഈ സൈഡിലൊന്ന് നോക്കാം. ഇവിടെ അങ്ങനെ ഒരു അടിപൊളി ഏരിയ. ഭക്ഷണം കഴിക്കാനും ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനുള്ള ഒരു ഏരിയ. എന്താ പാട് ഉള്ളില്? കേറ്റൂല പറഞ്ഞോ? നമുക്ക് കയറി വെക്കാം. കല്യാണം ഉണ്ട് ഇത്ര. ഇതാണ് കാസില്. പണ്ടത്തെ രീതിയിലുള്ള ഒരുപാട് ഫർണിച്ചേഴ്സും മാറി കൊടുത്തോളാം. അവർ പോയിക്കോട്ടെ. താങ്ക് യു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അത് അവിടെ എന്തൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് നടക്കുകയാണ്. അപ്പോൾ പബ്ലിക്കിന് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കടത്തൂല എന്നാണ് പറഞ്ഞത്.
കുഴപ്പമില്ല, നമുക്ക് പുറത്തുനിന്ന് കാണാം. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നല്ല സെറ്റപ്പിൽ എന്തെങ്കിലും ഒരു കല്യാണം നടക്കായിരിക്കും. ഇൻഷാ അല്ലാ അദീബിൻ്റെ കല്യാണം നമ്മൾ ഇവിടെ വെച്ചിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ജെറ്റ് അങ്ങനെ അതൊക്കെ വരും, ഒക്കെ വരും. എന്തായാലും നമുക്ക് മറ്റേ ഫോറസ്റ്റിക്ക് പോയേക്കാം. അപ്പോൾ നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകണം ഫോറസ്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു ഓർഗനൈസ്ഡ് ഓട്ടക്കാരാണ്. അതായത് ഇവർ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ 10-20 മൈലോളം ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൂടലും സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പ്രിപ്പറേഷനാണ് കാണുന്നത്. എല്ലാവരും അത്യാവശ്യം പ്രായമുള്ള ആളുകളാണ്. അവർ ഈ പ്രായത്തിലും അടിപൊളിയായിട്ട് ഞമ്മക്കും കൂടി കഴിയാത്ത കാര്യങ്ങൾ ഈ പ്രായത്തിൽ അവർ എന്തായാലും ഒരു 80, 70, 60 വയസ്സുള്ള ആളുകളായിരിക്കും. അവർ ഈ പ്രായത്തിലും 10-20 മൈൽ ഫോറസ്റ്റ് കൂടെ ഓടുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അവരടിച്ചു പൊളിച്ച് വരട്ടെ. നമ്മൾ നടന്നും പോവും, അവർ ഓടിയും പോവും. അപ്പോൾ നമ്മളങ്ങോട്ട് ഉള്ളിലേക്ക് ഫോറസ്റ്റിലേക്ക് കയറാൻ പോവാണ്. അതതിൻ്റെ ഒരു പ്ലാനാണ്. ഈ ഏരിയയിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ വരാമെന്നൊക്കെ ഉള്ളതായിരിക്കും. സമയം, ഓപ്പണിംഗ് സമയമുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിലാണ് കയറാൻ പറ്റുക, അങ്ങനത്തെ സംഗതികൾ, ഇൻഫർമേഷൻസ്. അത് നമ്മളെ ടീം ഓടാൻ പോകണം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവരപ്പം ജോയിൻ ചെയ്തു കുറച്ച് നേരം. ഓക്കെ, കം ലെറ്റ്സ് ഗോ. നല്ല കുത്തനുള്ളൊരു കയറ്റാണ്. ഈ കയറ്റാണ് ഇവർ ഈ പ്രായത്തിൽ ഓടി കയറുകയാണെന്ന് പറയുന്നത്. അതിലിങ്ങനെ നൈസായിട്ട് വാമപ്പ് ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ തന്നെ ഇത് നടക്കുമ്പോൾ കിതച്ചുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി ഫോറസ്റ്റ് ആട്ടോ. ഒരുപാട് മരങ്ങളും ഭയങ്കര തണുപ്പ് മീൻസ് അതായത് തണൽ എന്ന് പറയില്ലേ, മറ്റേ തണുപ്പല്ല. ഇപ്പോൾ നല്ല വെതറാണ് നമുക്ക്. സമ്മറായതുകൊണ്ട് നല്ല വെതറാണ്, പുറത്തിറങ്ങാൻ പറ്റിയ വെതറാണ്. നമ്മളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഇപ്പോൾ നിലമ്പൂരൊക്കെ ഞാൻ ഇങ്ങനത്തെ ഫോറസ്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലല്ല, അങ്ങനത്തെ ഫോറസ്റ്റാണെന്ന് ഞാൻ പറയാം. ഈ ഒരു തണലും ഇതൊക്കെ അങ്ങനത്തെ ഒരു സംഭവം വ്യത്യാസമുണ്ട്. രണ്ട് ധ്രുവങ്ങളിലാണ് കിടക്കുന്നത്. പക്ഷേ നമ്മളെ നാട്ടിൽ ഇത്ര വൃത്തിയിലും ഇത്ര അടിപൊളിയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യൂല എന്നുള്ള ഒരു മിസ്റ്റേക്കിലാണ് തോന്നുന്നു. ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും, വേസ്റ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ശുദ്ധവായുമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് നടന്ന് എൻജോയ് ചെയ്യാം. അതിൻ്റെ അടിയിൽ കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ. അരുവി പറഞ്ഞാൽ ചെറിയൊരു ചാല് പോലെ. പക്ഷെ ഇവിടുന്ന് കാണാമല്ലോ, അപ്പുറത്ത് പോയാൽ കാണാമൊക്കെ. ബായ്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മളെ നാട്ടിലുള്ള ഫോറസ്റ്റുകളും നമ്മളെ ഗവൺമെൻറ്റൊക്കെ ഇതേപോലെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് അടിപൊളിയായി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യൂലെന്ന് നമുക്കറിയാം. എന്നാലും പറയാം, നമുക്ക് അവിടെ ഇതേമാതിരി ആളുകൾക്ക് നടന്നു ഉല്ലസിക്കാം. ഇതാക്കണ തോട്, നമ്മുടെ നാട്ടിൽ തോട് എന്ന് പറയും, ചിലവർ അരുവി എന്ന് പറയും. നല്ല അടിപൊളി തോടാട്ടോ, നല്ല വെള്ളമാണ്. പറ്റണമെങ്കിൽ കുളിക്കാം നമുക്ക്. എന്തായാലും നടന്നു നോക്കട്ടെ. അപ്പോൾ നമ്മളിതാ വുഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ക്യാമറ പേഴ്സൺ, ഞങ്ങളെ ക്യാമറാമാൻ എന്ന് പറയുന്നത് നാദാപുരത്ത് നിന്നും PhD ചെയ്യാൻ വേണ്ടി അബർഡീൻ യൂണിവേഴ്സിറ്റിയിലേക്ക് 2 സ്കോളർഷിപ്പ് കിട്ടി വന്ന മച്ചാനാണ് നമ്മളപ്പോൾ ഉള്ളത്. ഓ സീന് സ്ഥലമാട്ടത്, അടിപൊളി സ്ഥലമാണ് തോന്നുന്നു. അവിടെ അടിപൊളി വെള്ളച്ചാട്ടമുണ്ട് അല്ലേ അദീബേ? ഇന്നൊക്കെ ഒരു പൊടി വായോ, ഇറങ്ങാൻ പറ്റൂലേ? അപ്പോൾ അതാക്കണ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഞങ്ങൾ പറ്റുകയാണെങ്കിൽ ഇന്ന് ഇതിലിറങ്ങും. പക്ഷെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം. ആക്കിയത് ഇറങ്ങി, അടിപൊളി സ്ഥലമാണ് കണ്ടോ, നല്ല സ്ഥലം. ഞങ്ങളിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങലുണ്ട്. ബാഹുബലിയോ എങ്ങനെ ചാടുക കുറച്ച് സമയം. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ആകെ ഒരു 40 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. അത് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നമ്മളൊരു അബർഡീൻ ഷെയറിലാണ്. അത് കഴിഞ്ഞിട്ട്
ഒരു അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് നടന്നാൽ ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങളിൽ എത്താം. നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒഴിവിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങും. അങ്ങനെ ഇവിടെ ഇതിങ്ങനെ വെള്ളം കെട്ടി വെച്ചേക്കുക, അങ്ങനെ എന്താണ് അടിയിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിട്ടേക്ക്. എന്നിട്ട് കൊള്ളാം, നൈസ്, അടിപൊളി, ശാന്ത സുന്ദരമായ സ്ഥലം. പോയേക്കാം. ഇവിടെ ഇതാ കൂനൊക്കെ പൊട്ടി മുളച്ചിട്ടുണ്ട്. എന്ത് കൂനാന്നറിയില്ല, വിശക്കൂനാണോ തിന്നാൻ പറ്റുന്ന കൂനാണെന്ന് മനസ്സിലാക്കാൻ അറിയില്ല. വിശക്കൂന തോന്നണോ? വായോ, നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയൊക്കെ. ആ എന്താണ് എന്താണ് ഓ, ഇത് പാറക്കല്ലിൻ്റെ മേലെ പായൽ പിടിച്ചിരിക്കുന്നതിന്, വെള്ളക്കല്ല്, ആ വെള്ളക്കല്ലിൻ്റെ മേലെ പായൽ പിടിച്ചിരിക്കുന്നതിന്. പക്ഷെ ഇത് എന്ത് വെള്ളല്ലേ കണ്ടോ? നമ്മളെ ഇതിൽ ഇങ്ങനെ വെള്ളക്കല്ലിൻ്റെ മേലെ പായൽ ഞാൻ കണ്ടിട്ടില്ല തോന്നുന്നു. ഞാനും കണ്ടിട്ടില്ല. മരത്തിൻ്റെ മേലൊക്കെ പായല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അദീപിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതിൻ്റെ അടിയിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ റിക്വസ്റ്റ് അയക്കൂ. അദീപ് ഷെയർ ചെയ്യൂ, ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ കൂടൂ. നല്ല അരുവിയാണ്. ആക്കിപ്പോൾ വീഴരുത് കേട്ടോ, ഫോണ് പിടിച്ചിട്ട്. അടിപൊളി കാടാണ്, സൂപ്പർ കാട്. നല്ല അരുവി പോലെ ഒഴുകുന്ന, തെളിനീര് പോലെ ഒഴുകുന്ന വെള്ളം. അപ്പോൾ എന്താണ് പ്ലാൻ? എന്താ തിരിച്ചു പോയി അദീപേ? നമ്മളൊരു സംഗതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എളുപ്പമാണ്. പക്ഷെ ഇന്ന് കയറി വരാണ്ടല്ലോ, ഭയങ്കര പണിയാണ്. കയറിക്കോ. ഒരു സംഗതിയിലേക്ക് ഇറങ്ങി, അതാ വീഴല്ലോ കേട്ടോ. ഒരു സംഗതിക്ക് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാം. പക്ഷെ കയറി വരല് ഇതേനെ പോണ്ട്, കയറി വരല് ഭയങ്കര ഇടങ്ങാറാണ്. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ ചെറുത്. ബീരാക്കാൻ്റെ ജീവിതത്തിലെ ചെറു ചെറു നാമ്പുകൾ. എന്താ മന്ദാരപ്പൂമൂളി, ഇതാണ് ഫോറസ്റ്റ്. വായ കീഴിറങ്ങ് തമ്പി, തമ്പി തമ്പി കീഴിറങ്ങ്, തമ്പി കീഴിറങ്ങ്. ഈ കാട് വളരെയധികം പ്രത്യേകത ഉള്ള കാടാട്ടോ. കാരണം ഇവിടുത്തെ അത് വേറെ. പിന്നെ ഇവിടുത്തെ ആളുകൾ ചിന്തിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ പ്രേതപിശാചികൾ ഉണ്ട്, ഇല്ലെങ്കിൽ ആത്മാക്കളുണ്ട്, അങ്ങനെ ഉള്ള ആളുകളാണ്. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട. ഞാൻ പണ്ട് ഹൈ ജമ്പിൽ ഫസ്റ്റ് ആയിരുന്നു. അക്കിബ് സെക്കൻഡ്, അദീബ് തേർഡ്. ആ ഓക്കെ, പോയോക്കാം. നടക്ക് മുന്നിൽ നടക്ക്. ഈയാണ് മുന്നിൽ നടക്കേണ്ടത്. അമീർ ഈയാണ്. വീഴല്ലോ കേട്ടോ, വീഴാതെ നടക്ക്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മല ഇറങ്ങുമ്പോൾ ശരിക്കും വീഴൊക്കെ വേണം. അല്ലാതെ എന്ത് മല, നമ്മൾ വെറുതെ പോയിട്ട് എത്ത കാര്യം. അതെ, അദീബ് ഓക്കെ അല്ലേ? ആ മതി മതി, നിർത്തി. എന്നാ വരൂ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫോളോവേഴ്സ്, കൂട്ടുകാർ. ഹലോ ഫ്രാൻസ്, ഹലോ ഫ്രാൻസ്. മോദി പറഞ്ഞത് ഹലോ ഫ്രാൻസ് എന്നാ. ഞങ്ങൾ ഫ്രാൻസ് അല്ല. ആക്കിബേതാ അർജന്റീന. അത് വന്നേ. മാംഗ്ലൂരിൽ നിന്നൊരു വെടി പൊട്ടിയിട്ടുണ്ട്. അർജന്റീന. ഇജ് ഇംഗ്ലണ്ട് അല്ലടാ? നബീല് പിന്നെ എല്ലാത്തിനും കപ്പടിക്കുന്ന ടീമിൻ്റെ അപ്പാ. നമ്മൾ വീവ ബ്രസീൽ. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് മക്കളെ. ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലമാണ്, സൂപ്പർ സ്ഥലം. കേട്ടോ എന്ത് ഭംഗിയാ. ഇതാണ് ലോസ്റ്റ് വാട്ടർഫാൾസ് അല്ലേ? ഇത് വാട്ടർഫാൾ അല്ല, ഇതൊരു ഒഴുക്ക്.
ഒരു ചെറിയൊരു തോട് അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. പക്ഷെ ഭയങ്കര രസം. ഇജ്ജ് ഇതിലെടുത്താ ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കേ. നല്ല രസമുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. സൂപ്പർ സ്ഥലമാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുളിക്കട്ടെ നമുക്ക് മച്ചാനെ. ഇവിടെ നമുക്ക് ബാത്ത് വീഴണ്ട. അദീപ് എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം മച്ചാനെ, അത് പൊളി സ്ഥലം പറഞ്ഞ അടിപൊളി. അവിടെ അടിപൊളി വ്യൂ ആണ്, കൊള്ളാം. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങാനുള്ളൊരു, കുളിക്കാനെന്നല്ല ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ, ഒന്ന് തണുപ്പിക്കാൻ. അതെന്താണ് അതൊക്കെ ആടാൻ കഴിയൂല, എൻ്റെ കാലുമ്മ ചൂണ്ട്. അതൊരു കവറാണ്, ഏടാ പ്ലാസ്റ്റിക് ആട്ടോ. ആ ഇവിടെ തഞ്ഞ് കിട്ടിച്ചൊന്ന് എടുത്തായി. അപ്പം നബിയിൽ വീണ്ടും നമ്മളുടെ നേതാവ് ആ കവർ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ, നല്ല രസമുള്ള സ്ഥലം, കൊള്ളാം. അബർഡീനിലെ ഹിഡൻ സ്പോട്ട് അത്ര. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? ഒന്ന് തണുക്കാനേ. വീഡിയോ എടുത്തോ? ഹലോ ഗായ്സ്, നല്ല തണുപ്പാട്ടോ, സൂപ്പർ തണുപ്പാണ്. ഇങ്ങനെ നല്ല മരവിക്കുണ്ട്, അടിപൊളി തണുപ്പാ. അല്ല ഓക്കെ കയറല്ലേ? എന്നാ ബാബാല വീഴല്ലോ. ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമല്ല, ആ തോട്ടിൽ കാലൊക്കെ കഴുകി നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു ആർച്ച് പോലെ ഇങ്ങനെ ഒരു പാലം ഉണ്ടാക്കിയിരിക്കണേ. ഇത് പണ്ട് കാലത്ത് സ്കോട്ടിഷുകാർ നിർമ്മിച്ചതാണ്. അപ്പോൾ അവർ നിർമ്മിച്ചൊരു പാതയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇതിനിങ്ങനെ നടക്കാൻ അല്ലേ, നല്ല അടിപൊളി സ്ഥലം. ഇത് ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ സൈലൻസിലൂടെ നമ്മൾ നടന്നു പോകുന്നു. മരങ്ങളൊക്കെ അതാ ക്രോസ് ആയിട്ടൊക്കെ വീണിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ഇവർ എടുത്തു കൊണ്ടുപോയിട്ടില്ല, അങ്ങനെ വെച്ചേക്കാണല്ലോ അല്ലേ. അല്ല കാടായാലും മരങ്ങളൊക്കെ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ വീണ എടുത്തുകൊണ്ടുപോകില്ലേ. ഏതോ സീനല്ല നബിയിലെ. അപ്പോൾ അതാ പോയി കൊണ്ട് ഈ മരം അതാ പൊട്ടി വീണക്ക. ഏത് മരം ആക്കിവേ? ഇതാണ് മുട്ടി, കേട്ടിട്ടില്ലേ? മരം മുട്ടി. മുട്ടിക്കട. ഓ ഫോറസ്റ്റ്, ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ പറഞ്ഞില്ലേ. അത് വാങ്ങിച്ചൂല്ലേ? സോറിടാ, ഇത് ഭയങ്കര പിന്നാണ് കുറച്ചായിട്ട്.
ഓ ഇത് ഹെവി സാധനം കേട്ടോ. ഇത് മുള്ളൊക്കെ ഉള്ള ഫോറസ്റ്റാണ്. ഇത് അടിപൊളി ഫോറസ്റ്റാണ്. ആ ലാൻഡ്സ്കേപ്പ് അല്ലല്ലോ, വേറെന്തോ സാധനം. ഇതുണ്ടോ ഒക്കെ ചെറു ചെറു മരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക. സൂപ്പർ മരങ്ങൾ. നടക്ക് നടക്കട മോനെ. വരൂ ഗൈസ്. ഓ അയ്യോ മോൻ ഹാപ്പി അല്ലോ. ഏതാ സ്ഥലം നോക്കി. 2 മല അതിനിടയിലൂടെ ഒരു റോഡ് ബാക്കൊക്കെ പോണു തോന്നുന്നു കേട്ടോ. നമ്മള് മുന്നിക്കോട്ടെ ബീലെ എന്ത് കളി കളിക്കട്. വീഡിയോ സ്റ്റാർട്ടാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലേ. ഫുള്ള് മല കേട്ടോ, അടിപൊളി മലയാണ്. നല്ല റോഡാണ്, അടിപൊളി റോഡ് സിസ്റ്റമാണ്. എല്ലായിടത്തും കൂടി റോഡ് ഉണ്ടാക്കിയിട്ട് പൊയ്ക്കോളി മക്കളെ എന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ്. അലമ്പുണ്ടാക്കരുത്, ഇടങ്ങേറുണ്ടാക്കരുത്. നല്ല റോഡും ഉണ്ടാക്കി തരും എല്ലാ മലയുടെ മേലെ കൂടി. എന്നിട്ട് നിങ്ങൾക്ക് നല്ല അടിച്ചു പൊളിച്ച് പോകാം. എന്താ രസം. ആകാശവും മേഘവും മലയും ഒക്കെ കൂടിയിട്ട് നമ്മൾ തിരിച്ചു. ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തും കൂടി പോകാൻ നോക്കുകയാണ്. ചെറിയൊരു കുളിക്കാൻ പറ്റിയ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയോട്ടെ. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കാണേ. ദസ് വാട്ടർ പാർക്ക്. വാട്ടർ പാർക്കല്ല, ദസ് എന്താണ് സാധനം എന്താണ്? വെള്ളച്ചാട്ടോ. ഡസ് വാട്ടർഫാൾ. അപ്പോൾ അത് കാണാൻ പോവാം നമുക്ക്. വരി മക്കളെ, പോയോക്കാം. സ്വാതന്ത്ര്യം അത് നമുക്ക് നേടിയെടുക്കാനുള്ളതാണ്. നോ സീൻ മച്ചാനെ. ഞാൻ ഇപ്പോൾ ഈ സ്ഥലത്ത് കൂടെ ഇങ്ങനെ ആ വെള്ളച്ചാട്ടത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, നിലമ്പൂരാണ് എൻ്റെ ഉമ്മയുടെ വീട്. അവിടെ ഞങ്ങൾ ആനപ്പാറയ്ക്ക് കുളിക്കാൻ പോകും. അപ്പോൾ ആനപ്പാറ പുഴയ്ക്ക് ഇങ്ങനെ കുളിക്കാൻ പോണ വഴി ഇങ്ങനത്തേക്ക് വഴിയായിരിക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി പോണ ആ ഒരു സംഗതിക്ക് ഇങ്ങനെ ഓർമ്മ വരിക. അതൊക്കെ ഒരു കാലം ആക്കിബേ, തിരിച്ചു വരില്ല ഇനി ആ ഒരു ബാല്യം. എന്താ ചെയ്യാൻ നമ്മൾ? വാ, പ്രായമായി. ഒരു കുട്ടിയുടെ വാപ്പയായി ഞാൻ. അതെല്ലാവരോടും പറയാണ്, സബ്സ്ക്രൈബേഴ്സ് പറയാൻ. ഞാനങ്ങനെ എനിക്കൊരു ആൺകുഞ്ഞ് പിറന്നു. മാഷാ അല്ലാ, എല്ലാവരും മാഷാ അല്ലാ പറയണം. സിദാൻ മൊയ്തീൻ എന്നാണ് പേര്. അപ്പോൾ ആ വിവരം ഞാൻ എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന ഫ്രാൻസിനോട് പറയുന്നു. അപ്പോൾ നമ്മൾ വന്ന വെള്ളച്ചാട്ടത്താണ്. അത്ര വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ചെറിയൊരു വെള്ളച്ചാട്ടം. ഇവിടുന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തണുപ്പുണ്ടോ? ചെറിയ തണുപ്പുണ്ട്, പക്ഷേ കുളിക്കാൻ വേണ്ടി എന്തായാലും കുളിക്കാൻ നെയ്യത്ത് വെച്ചിരിക്കണു. അപ്പോൾ ഇനി കുളിച്ചിട്ടേ പോകണുള്ളൂ. ഇൻഷാല്ലാ അങ്ങനെ നല്ലൊരു വെള്ളച്ചാട്ടത്തിലുള്ള കുളിയും പാസ്സാക്കി ഞങ്ങളുടെ യാത്ര തിരിച്ച് അബർഡീൻ സിറ്റിയിലേക്ക് മടങ്ങാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇതാണ് ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ. ഇനി ഇൻഷാല്ലാ അങ്ങനെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പ്രസ് ചെയ്യുക. കാണാം ഗൈസ്. ടാറ്റ, ബൈ ബൈ, സീ യു.